വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. ഇന്ന് നമ്മൾ കുറച്ച് ഡിസ്കോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിവ്യൂ ഓഫ് ദ സ്റ്റോറി. റിവ്യൂ ഓഫ് ദ സ്റ്റോറിക്കകത്ത് വേണ്ടുന്നത് ഇൻട്രഡക്ഷൻ, ഇറ്റ്സ് ബ്രീഫ് സമ്മറി, പേഴ്സണൽ റിഫ്ലക്ഷൻസ് ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ എഴുതണം കേട്ടോ. പിന്നെ നമ്മുടെ ക്രിട്ടിക്കൽ അനാലിസിസ്, കൺക്ലൂഷൻ. ഇനി പ്രിപ്പയർ എ റിവ്യൂ ഓൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. His first flight was written by Liam O'Flaherty, which talks about the need of being brave and self-confident in life. A young seagull is hungry, watching his family eating, and he was left alone on the ledge without any food. Everyone in his family could fly. He could not because he lacked confidence in taking his first flight. Everybody in the family asked him to at least give a try, or else they will violate him to hunger. And the next day, something happens with him. The family left him alone. Therefore, he tried to seek attention from his family members, but except his mother, no one was concerned about him. Finally, his mother, who was about to eat a fish, noticed him and came near him. Seeing her coming towards him, he gets excited, but all of a sudden, after coaching so close to him, she stopped, and that maddened him. And if she come little closer, he would take the fish from her and eat. So he takes a dive at the fish. At last, he did it. His parents and siblings were happy. അപ്പം ഇതാണ് റിവ്യൂ റൈറ്റിംഗ്. റിവ്യൂ റൈറ്റിങ്ങിനകത്ത് ഇൻട്രഡക്ഷൻ, അബൌട്ട് ദ ടൈറ്റിൽ, ഓതർ, സ്റ്റോറി, ആൻഡ് ദെൻ ദ ബ്രീഫ്. അടുത്തത് ബ്രീഫ് സമ്മറി, ദാറ്റ് ഈസ് ദ മെയിൻ സെറ്റിങ്സ്. ഓക്കെ, പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ ആഡ് ചെയ്യാം. ദെൻ അടുത്തത് ക്രിട്ടിക്കൽ അനാലിസിസ്. എന്താണ് ഓതറിൻ്റെ പേർപ്പസ്, എന്ത് മെസ്സേജാണ് തരാനുള്ളത്. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നോ ഇല്ലയോ. ഞാൻ പറഞ്ഞ ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി പ്രൊഫൈൽ റൈറ്റിങ്ങിനകത്ത് ടൈറ്റിൽ, ഇൻട്രഡക്ഷൻ ഇൻ 1 ലൈൻ, ഡീറ്റെയിൽസ്, കൺക്ലൂഷൻ. ഇൻട്രഡക്ഷനകത്ത് എഴുതാം, ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണെങ്കിൽ, he is a highly influential writer in the world of literature. അങ്ങനെയൊക്കെ എഴുതാം. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, ഡോക്ടർ APJ അബ്ദുൽ കലാം is a prominent personality who is honored with many awards for his contributions. അപ്പോൾ അത് എഴുതാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഡോക്ടർ APJ അബ്ദുൽ കലാം is awarded many, like Abdul Kalam is a prominent person who was awarded with many awards. Honored with many awards for his distribution. Okay, then conclusion, he or she is a true inspiration for all. Then birth എന്ന് പറയുന്നത് was born on. Then at കന്യാകുമാരി ഇൻ തമിഴ്നാടു. അറ്റ് ചെറിയ പ്ലേസ്, ഇന്ന് കുറച്ചുകൂടെ വലിയ പ്ലേസ്. ഓക്കെ, പിന്നെ ഹി റിസീവ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം ആണ് എഴുതാനുള്ളത്. വർക്ക്സ് ആണെങ്കിൽ ഇപ്പോഴും നമ്മളത് അംഗീകരിക്കുന്നുണ്ടല്ലോ, അപ്പം വർക്ക്സ് ആർ ഉപയോഗിക്കണം. ഡൈഡ് ആണെങ്കിൽ ഓൺ എഴുതിയിട്ട് ഡേറ്റ് എഴുതണം. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ചുമ്മാ ഡേറ്റ് on 7th June 2020, ചുമ്മാ ഡേറ്റാണ്. പിന്നെ on 7th June എഴുതാം, അല്ലെങ്കിൽ he died in 2000. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ എന്താണെന്ന് വെച്ചാൽ. സ്റ്റാർട്ടിങ്, ഡോക്ടർ APJ അബ്ദുൽ കലാം is a prominent personality who is honored with many awards for his contributions. Last, he or she is a good motivation അല്ലെങ്കിൽ true inspiration to all. Then at കന്യാകുമാരി ഇൻ കേരള എന്ന് ചേർക്കണം. ഓക്കെ, ദെൻ ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഫ്രം എഴുതണം.
ആരിൽ നിന്ന് എഴുതണം, ഡേറ്റ് എഴുതണം, ടു ആർക്കാന്ന് എഴുതണം. ഇൻഫോർമൽ ടു എഴുതണം കേട്ടോ. ഫ്രം താങ്കളുടെ പേര്, അഡ്രസ്സ് കൊടുക്കുക, പിന്നെ ഡേറ്റ് കൊടുക്കുക, ടു എന്ന് കൊടുത്തിട്ട് നെയിം വയ്ക്കുക, ദെൻ സബ്ജക്റ്റ്, അടുത്ത സല്യൂട്ടേഷൻ, പിന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആരാണ്, മുഖ്യമന്ത്രിക്ക് എഴുതുകയാണ് നിങ്ങൾ ആരാണ്, ഞാൻ ഒരു 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഓക്കെ, അങ്ങനെ സ്കൂളൊക്കെ എഴുതുക. പിന്നെ എന്തിനാണ് എൻ്റെ പ്രശ്നം, പിന്നെ എൻ്റെ റിക്വസ്റ്റ്, അതിനകത്ത് സൊല്യൂഷൻസ് ഒക്കെ വരാം കേട്ടോ. ദെൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആഡ് ചെയ്യുക, ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, നെയിം. ഇനി ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഫ്രം പേര്, ഡേറ്റ്, ഫ്രം ഇട്ടിട്ട് പേര് എഴുതുക, ഡേറ്റ് എഴുതുക, മൈ ഡിയർ ഫ്രണ്ട്, പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ, യുവേഴ്സ് ലവിങ്ലി, സിഗ്നേച്ചർ, നെയിം. ഓക്കെ. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ആണെങ്കിൽ ഫ്രം ടു CC BCC, സബ്ജക്റ്റ് എഴുതുക, പിന്നെ ഡേറ്റ് എഴുതുക, ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ, ഡിയർ സാറ് പറയില്ലല്ലോ, ഡിയർ ഫ്രണ്ട്, പിന്നെ ഇൻട്രഡക്ഷൻ, മാറ്റർ, കൺക്ലൂഷൻ, പാരഗ്രാഫ്, ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നെയിം. അപ്പം ഫ്രം ടു എഴുതുക, CC എഴുതുക, BCC എഴുതുക, സബ്ജക്റ്റ് എഴുതുക. പിന്നെ ഡേറ്റിനെ കുറിച്ച് ഡൗട്ടുണ്ട്, എന്നിട്ട് വേണമെന്ന് നെസസറി അല്ല, പക്ഷെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സല്യൂട്ടേഷൻ വേണം, പിന്നെ ബൂത്ത്, പാരഗ്രാഫ്, യുവർ ഫെയ്ത്ത്ഫുള്ളി, നെയിം. ഓക്കെ. സ്പീച്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഫോർമൽ അഡ്രസ്, സോ ലാംഗ്വേജ് ഷുഡ് ബി ഓൾസോ ഇൻ ഫോർമൽ. ഫോർമാറ്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ, യുവർ സല്യൂട്ടേഷൻ, യുവർ കണ്ടൻറ്റ്. പിന്നെ നിങ്ങളുടെ വ്യൂ എഴുതാം, പീപ്പിളിൻ്റെ വ്യൂ എഴുതാം, കുറച്ച് പ്രോവേർബ്സ് ഒക്കെ ആഡ് ചെയ്യാം. കൺക്ലൂഷൻ താങ്ക് യു വെച്ച് എൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എബൌട്ട് ദ ഓതറൊക്കെ അറിയാമല്ലോ. പിന്നെ എഴുതാനുള്ളതാണ് ലെറ്റർ ടു ദ എഡിറ്റർ, ഫ്രം ആരിൽ നിന്ന്, ഡേറ്റ്, ടു റെസ്പെക്റ്റഡ് സർ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ to express my concern. അത് എഴുതുക. I am writing this letter to express my concern about the article English should not be taught up to class 10th by Ms. Shanta Rao. I wondered what happened, what made him write such an article. How can one ignore the role of English in a fast developing world? അപ്പം നിങ്ങളുടെ ഫീലിങ്സും ആർഗ്യുമെൻസുമാണ് എഴുതാനുള്ളത്. ലാസ്റ്റ് സജഷൻസും ഒപ്പീനിയൻസും എഴുതുക. പിന്നെ അതിൻ്റെ ലാസ്റ്റ് യുവേഴ്സ് ട്രൂലി, സിഗ്നേച്ചർ, പേര്. ഓക്കെ. അപ്പം ഫ്രം എഴുതുക, പിന്നെ ഡേറ്റ്, ഫ്രം എഴുതുക, ഡേറ്റ് എഴുതുക, ടു എഴുതുക, സർ, ഫ്രം എഴുതാൻ മറക്കല്ലേ, ഫ്രം, ഡേറ്റ്, ടു. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എബൌട്ട് ദ പോയറ്റ്, തീം, ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള സമ്മറി എഴുതുക, പോയറ്റിക് ഡിവൈസസ് എഴുതുക, ഇതിൻ്റെ കൺക്ലൂഷൻസും എഴുതണം. കൺക്ലൂഷൻ എഴുതുക, പേഴ്സണൽ കമൻറ്റ് ഓർ ഒപ്പീനിയൻ. ഓക്കെ. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ, ദാറ്റ് ഇസ് എ തീം, ഓതർ, ക്യാരക്ടർ, എക്സെട്ര. Then short summary എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ടോക്കിംഗ്, ഹൈറ്റ്, ഹെയർ, എക്സെട്ര. Then social and background of the character. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ക്യാരക്ടർ, പൂർ ഓർ റിച്ച് ആണെന്ന് പറയുന്നത്. ഇനി സൈക്കോളജിക്കൽ ക്യാരക്ടർ എന്ന് പറയുമ്പം അതിൻ്റെ ഹാർഡ് വർക്കാണ്, ബിഹേവിയർ. ഓക്കെ. അപ്പം പുറമേയുള്ളതും പിന്നെ നമ്മുടെ പിറകെയുള്ളവൻ്റെ ബാക്ക്ഗ്രൗണ്ടും. ഇപ്പം ഫിസിക്കലും ബാക്ക്ഗ്രൗണ്ടും ഉള്ളിലുള്ള സൈക്കോളജിക്കലും ക്യാരക്ടർ പറയണം. പിന്നെ ദ ക്യാരക്ടർ ഓഫ് മാഗി ടുവേർഡ്സ് അതർ, ദാറ്റ് ഈസ് ദ ക്യാരക്ടേഴ്സ് ബിഹേവിയർ ഇൻ റിലേഷൻ വിത്ത് അതർ. ഷി വാസ് റെസ്പോൺസിബിൾ, ട്രസ്റ്റ്ഫുൾ, ആസ്കിങ് ഹെൽപ്പ്, അങ്ങനെയൊക്കെ. ലാസ്റ്റ് കൺക്ലൂഷൻസ്, അവർ ഒപ്പീനിയൻ. ഓക്കെ. ഇനി
അവിടെ ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ റിവ്യൂ ഓഫ് ദ സ്റ്റോറി എഴുതാൻ വേണ്ടി തീം എഴുതണം, മെയിൻ ഐഡിയ, ക്യാരക്ടർ, ഡയലോഗ്, പിന്നെ ലാംഗ്വേജ് ശ്രദ്ധിക്കുക. സ്റ്റൈൽ ഓഫ് നറേഷൻ, ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്. ഡയലോഗൊക്കെ സെയിം ആയിരിക്കണം, അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സ്റ്റോറി അതേപോലെ എടുത്ത് എഴുതരുത്. പിന്നെ പേഴ്സണൽ ഒബ്സർവേഷനും അവിടെ വേണം. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ട്രാവൽ ഇൻഫോ ആണെങ്കിൽ ഗെറ്റിംഗ് ഡെയർ, ഡോണ്ട് മിസ് ഔട്ട് ദ ക്യൂസീൻ. ലൈവ് ടി വി റിപ്പോർട്ടാണെങ്കിൽ ഇപ്പം തന്നെ ദ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ലാൻഡിംഗ് ഓഫ് ലഹോല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നൗ വി ആർ ഇൻ ബെൽജിയം വെയിറ്റിംഗ് ഫോർ ദ ലാൻഡിംഗ് ഓഫ് ലഹോല. യെസ് ഉപയോഗിക്കണം, കുറേ യെസ്സും. ഹോ മൈ ഗോഡ്, ദ ബിവിൽഡേർഡ് ഉപയോഗിക്കാം. മൈ ഗോഡ്, ഹേ വാച്ച് ഔട്ട്, ലവ്ലി സൈറ്റ് ആഡ് ചെയ്യാം. ദെൻ മോർ എക്സൈറ്റ്മെൻറ്റ് വേർഡ്സ് ഉപയോഗിക്കണം. ഒരു സ്റ്റാർട്ടിങ് സല്യൂട്ടേഷനോടെ തുടങ്ങിയിട്ട് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും നെയിമും ചാനൽസ് നെയിമും എഴുതണം. ഫ്രം ബെൽജിയം വിത്ത് ക്യാമറാമാൻ റോബർട്ട് ഡോൺ ഫോർ BBC ന്യൂസ്. ഓക്കെ, അപ്പം കുറച്ച് ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതണം. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതാവുന്ന അത്തരം നമ്മൾ എഴുതണം, അത്രയും. പിന്നെ സ്റ്റഡി ഓൾ ദ ഫോർമാറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ. മൂന്നാമത്തത് ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ ആൻഡ് അതർ തിങ്സ് ഷുഡ് ബി ലേൺ ബിഫോർ ദ എക്സാം ഇറ്റ്സെൽഫ്. അണ്ടർലൈൻ ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ദെൻ അപ്രീസിയേഷൻ. ദെൻ നോണും അൺനോൺ പോയിൻറ്റും ഈക്വലി എഴുതണം. ഒന്ന് കൂടുതലും ഒന്ന് കുറവുമായിട്ട് എഴുതാൻ പാടില്ല. കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് യൂണിറ്റ് കൊടുക്കണം. ഓക്കെ, പോയിൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യണം, എന്നിട്ട് പരീക്ഷ സമയത്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അത്രയേ ഉള്ളൂ.